ഹായ് ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ലഞ്ച് പ്രിപ്പറേഷൻ എന്താണെന്ന് നോക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാൻ ചെയ്യാൻ പോണത് പോർക്കാണ് കേട്ടോ. പോർക്കും എന്താ പറയുക, മുരിങ്ങയില തോരൻ, മാങ്ങച്ചാറ്, മാങ്ങ ചമ്മന്തി, അങ്ങനെ കുറേ വെറൈറ്റിയാണ് കേട്ടോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോണത് പോർക്കാണ് കേട്ടോ. പോർക്ക് റോസ്റ്റ്, പിന്നെ മുരിങ്ങയില തോരൻ, ഒരു മാങ്ങ ചമ്മന്തിയോ മാങ്ങ അച്ചാറോ, മാങ്ങ ചമ്മന്തിയോ രണ്ടും ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണാം കേട്ടോ. പതുക്കെ ഓരോന്ന് കാണിച്ചു തരാം. നമ്മൾ കഴുകി നല്ല വൃത്തിയായ പോർക്കിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു, 2 സ്പൂണ് മുളക് പൊടി, അതേമാതിരി 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു, കുറച്ച് ഉപ്പിട്ടു, 2 സവാള അരിഞ്ഞതിട്ടു, ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തതിട്ടു, രണ്ട് തക്കാളി, ഇതൊക്കെ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം, ഇവിടെ ഇല്ല. ഞാൻ പൊട്ടിച്ച് ആ കറിവേപ്പില പാവം നല്ല തിരുമ്പിയിട്ട് കുക്കറിൽ 5-6 അടി അടിക്കണം. ഇതിൽ വെളിച്ചെണ്ണ ഒഴിക്കണ്ട, പോർക്കായതുകൊണ്ടേ നെയ്യ് നിറയെ വരും. എന്താ ഉരുക്കുമ്പോൾ നല്ല നെയ്യ് വരും. സ്ഥലമില്ല തിങ്ങിയിട്ട് ഈ കുക്കറിലിട്ടിട്ട് ഒന്ന് തിരുമ്പാം. കുറച്ച് ഗരം മസാല പൗഡർ ഇടാം കേട്ടോ, അതിൽ മണം പിടിക്കില്ല. താളിക്കുമ്പോൾ ഇട്ടാൽ മതി, നല്ല മണം വരും. എരിവില്ലെങ്കിൽ കുരുമുളക് പൊടി അപ്പം ചേർത്താൽ മതി. കുക്കറിലിട്ടിട്ട് നമുക്ക് 4 വിസിൽ അടിക്കാം. നമുക്ക് കുക്കർ മൂടാം കേട്ടോ, 4 വിസിൽ അടിക്കട്ടെ. കുക്കറിലെ പോർക്കൊക്കെ വേവുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ചീര താളിക്കാം. അപ്പോൾ നമുക്ക് ചീര താളിക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഇടുന്നത് ഒരു സവാളയാണ് കേട്ടോ. സവാളയുടെ കൂടെ നല്ല കാന്താരി, ചീരല്ല കേട്ടോ, മുരിങ്ങയില എന്തൊക്കെ പറഞ്ഞതാണ്. നല്ല എരിവുള്ള കാന്താരിയാണ്, എടുക്കട്ടെ അങ്ങോട്ട്. പകുതി വഴഞ്ഞ് വരുമ്പോൾ നമുക്ക് ഇലയിടാം, മുരിങ്ങയുടെ ഇല. നമ്മളെ നന്നാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചീര ഇടാം കേട്ടോ. ചീര അല്ല കേട്ടോ, സോറി, മുരിങ്ങയുടെ ഇല. ആ തമിഴ്നാട്ടിലെല്ലാത്തിനും ചീര എന്നാ പറയാം. മുരിങ്ങച്ചീര, ഓരക്കീര, അരക്കീര, മുളക്കീര, പൊന്നാങ്കണ്ണി കീര, അങ്ങനെ എല്ലാത്തിനും ഓരോ പേര് പറഞ്ഞിട്ട് എല്ലാ ഇലയ്ക്കും ചീര എന്ന് പറയും. അത് കാരണം എനിക്ക് അങ്ങനെ വരുന്നത്. വാടുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമുക്ക് കുറേ തരങ്ങളുണ്ട്, അത് കാരണം കുറേശ്ശെ മതി. പിന്നെ ഞാൻ നിറയെ തേങ്ങ ഇടും. അവസാനം നിറയെ തേങ്ങ ഇടുമ്പോഴേ നിറയെ ഇതൊരു മിനിറ്റ് മൂടി വെച്ചിട്ടേ കേട്ടോ. നമ്മുടെ കുക്കർ അടിച്ച് തുടങ്ങിയിട്ടുണ്ട്.
പോർക്ക് 3-4 അടി അടിച്ചു. ഇനി കുറച്ചും കൂടി അടിച്ചാൽ നമുക്ക് എടുക്കാം. ഇത് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങ ഇടാം. 1 കപ്പ് തേങ്ങ ഇട്ടു. അല്ലെങ്കിൽ ഇത് ഉണ്ടാവില്ല. തേങ്ങ നല്ലതല്ലേ, പച്ച തേങ്ങ കഴിക്കണ ശരീരത്തിന് അത്ര നല്ലതാണ്. ഇത് മൂടി വെച്ചാലേ കളർ പോകും. അത് കാരണം അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ്റെ പണി കഴിഞ്ഞിട്ട് കേട്ടോ. സൂപ്പറായിട്ടുണ്ട്. തേങ്ങ ഒക്കെ നിറയിട്ട് നല്ല ടേസ്റ്റാണ്. ടേസ്റ്റാണ്, വെറുതെ തിന്നാൻ ടേസ്റ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അല്ലേ, എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോളൂ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇനി ഒരു ചമ്മന്തി, മാങ്ങ ചമ്മന്തി, മാങ്ങ അച്ചാർ, പിന്നെ പോർക്ക് താളിക്കുക വേണ്ട. അപ്പോൾ നമുക്ക് അടുത്തത് മാങ്ങ ചമ്മന്തി ഉണ്ടാക്കാം. അതിന് വേണ്ടി മാങ്ങ, തേങ്ങ, കാന്താരി ഇല്ലെങ്കിൽ പച്ചമുളക് ഇടാം കേട്ടോ. കാന്താരി ഉള്ളപ്പോൾ ഞാൻ കാന്താരി ഇടണം. പിന്നെ ഉള്ളി മസ്റ്റായിട്ടും ചേർക്കേണ്ടത് ചുവന്നുള്ളി, ഇത്രയും മതി. പിന്നെ കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് അരയ്ക്കാം. അപ്പോൾ പോർക്കൊക്കെ നല്ല വെന്ത് സൂപ്പറാக വന്നിട്ടുണ്ട് കേട്ടോ. അത് വെറുതെ ടോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ഇതിൽ തേങ്ങയൊന്നും വറുത്തരയ്ക്കുന്നില്ല. ഇത് വേറെ വിധം നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് താളിക്കാട്ടോ. അത് വെന്തുണ്ട്. നമുക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും താളിക്കാം. എന്നാലും അതിൻ്റെ മണമൊക്കെ ശരിക്കും കിട്ടുള്ളൂ. നമുക്ക് ഉള്ളിയിടാം കേട്ടോ. കുറച്ചധികം ഉള്ളിയിടാം. കറിവേപ്പില കഴിഞ്ഞിട്ടിടാം. നമുക്ക് 2 കറിവേപ്പില ഇടാം കേട്ടോ. ഉള്ളി മരിയാൻ തുടങ്ങിയിട്ടുണ്ട്. മതിയിട്ടാ. നമുക്ക് ഈ പോർക്ക് ഇതിലേക്ക് തട്ടാം. എല്ലാം നമുക്ക് ചാറ് വേണമെങ്കിൽ പെട്ടെന്ന് ഓഫ് ചെയ്യാം. ഇത് നല്ല ഉണ്ടാവും ചാറ്. നല്ല മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ പണി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇത് ചാറ് നമുക്ക് ചപ്പാത്തിക്കോ എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻ ഇതൊക്കെയാണ് കേട്ടോ. ചോറ്, പോർക്ക്, മുരിങ്ങയുടെ ഇല തോരൻ, മാങ്ങ ചമ്മന്തി, മാങ്ങ ഇൻസ്റ്റൻറ്റ് അച്ചാർ. അടിപൊളി സാധനമാണ്. വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ടിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇത് ഒഴിച്ച് കൂട്ടാൻ പറ്റും. അപ്പോൾ നമുക്ക് ടേസ്റ്റ് നോക്കാം കേട്ടോ. പോർക്കിൻ്റെ ടേസ്റ്റ് നോക്കാം. ഇതിൽ കുറച്ച് ചക്കയിട്ട് വെച്ച സൂപ്പറുണ്ടാവും. ചക്കയുണ്ട്, ഈ നെയ്യിൽ ചക്കയിട്ട് വെച്ച സൂപ്പർ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. വേറെ അടിപൊളി ടേസ്റ്റ്. നല്ല ടേസ്റ്റാണ്. പുറത്ത് കഴിക്കുന്നവരൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടാ. അപ്പോൾ ഓക്കെ, ബായ്. കഴിച്ചിട്ടാ ലഞ്ചിൻ്റെ നേരെ. അപ്പോൾ എൻ്റെ ഈസി കുക്കിംഗ് എല്ലാവരും കണ്ടുല്ലോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. ഒന്ന് എന്നെ രക്ഷിക്കണം.